ഓട വൃത്തിയാക്കാനുള്ള കരാർ ആരുടേതാണ്? തദ്ദേശ സ്ഥാപനമാണോ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏൽപ്പിച്ചിരിക്കുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാണോ? സോന, അതുമായി ബന്ധപ്പെട്ടുള്ള ആൽവിൻ പങ്കുവച്ച വിവരങ്ങൾ തന്നെയാണ് നമ്മുടെ പക്കലും ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നതിൽ പക്ഷേ സുപ്രധാനമായ കാര്യം ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഓട വൃത്തിയാക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമീപത്ത് മണ്ണുമാന്തി എന്നിവ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള ഒരു വലിയ കുഴി നേരത്തെ തന്നെ ഈ രക്ഷാപ്രവർത്തകർ എടുത്തിരുന്നു. ആ കുഴിയുടെ ഉള്ളിലൂടെ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ രണ്ടുപേരെയും കണ്ടെത്താൻ സാധിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ NDRF സംഘം കൂടി ആ സ്ഥലത്തേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാൻഹോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്ന 3 പേരാണ്. ഇവർ കമ്പം സ്വദേശികളാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പ്രധാനമായും നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരം. അവിടെ നിന്നും രക്ഷാപ്രവർത്തനം വളരെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. NDRF സംഘത്തിനെ കൂടി അവിടെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്നുകൊണ്ടുള്ള, അതായത് പ്രധാനമായും ഫയർഫോഴ്സ് നേതൃത്വം നൽകുന്ന രക്ഷാപ്രവർത്തന ശ്രമങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഏറ്റവും വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് നമുക്ക് വ്യക്തമാക്കാം. രണ്ടാമത്തെ ആളെയും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. JCB എത്തിച്ച് മണ്ണ് നീക്കിയ ശേഷം സമാന്തരമായ മറ്റൊരു കുഴി എടുക്കുകയും ആ കുഴിയിലൂടെ ഈ മാൻഹോളിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തതിനു ശേഷമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഈ ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് സോന. ഒപ്പം ഈ പുറത്തെടുത്ത ആളുകളെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗൗതം, വളരെ ആശ്വാസകരമായ വാർത്തയാണ് രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയെന്നുള്ളത്. ഈ രണ്ടുപേരുടെയും ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാണോ? ഇപ്പോൾ നമ്മളോടൊപ്പം ആൽവിൻ തോമസ് ചേരുന്നുണ്ട്. ആൽവിൻ, രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയെന്നാണല്ലേ മനസ്സിലാക്കേണ്ടത്? രണ്ടാമത്തെ ആളെ കൂടെ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അഗ്നിരക്ഷാസേന അതിവേഗം ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തകർ ഏർപ്പെടുന്ന JCB ഉൾപ്പെടെ ഉപയോഗിച്ച മാൻഹോൾ വലിയ തോതിൽ വിശാലമാക്കി അത് കുഴിച്ചെടുത്തുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടാണ് പൊടുന്നിനെ രണ്ടുപേരെ ഇപ്പോൾ പുറത്തെടുത്തെത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടുപേരെയും കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു വളരെ ദാരുണമായ സംഭവമാണ്. രാത്രി ഏതാണ്ട് 9:45 സമയത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഏതാണ്ട് 9:30 മണിയോടുകൂടി ഇവർ ഈ രാത്രി കാലങ്ങളായതുകൊണ്ട് തന്നെ ഈ ശുചിമുറി മാലിന്യം വൃത്തിയാക്കുമ്പോൾ മറ്റ് കടകൾക്കോ അല്ലെങ്കിൽ ആ നഗരപ്രദേശത്തോ മറ്റ് കുഴപ്പങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള തരത്തിൽ അവർക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇവരെ താഴേക്ക് ഈ ശുചിമുറി മാലിന്യം വൃത്തിയാക്കുന്നതിനെ താഴേക്ക് ഇറക്കിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹോട്ടൽ ഉടമകളാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഹോട്ടലിൽ ജീവനക്കാരാണ് ഇതിൽ മേൽനോട്ടം വഹിച്ചിരുന്നത്. ആ ജീവനക്കാരാണ് ആദ്യം ഈ തമിഴ്നാട് സ്വദേശി ഒരാൾ താഴേക്ക് ഇറങ്ങുകയും ഈ തൊഴിലാളിയായിട്ടുള്ള ഒരാൾ താഴേക്ക് ഇറങ്ങുകയും അല്പനേരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിയാതെ വരികയും പിന്നീട് മറ്റുള്ള 2 പേർ കൂടി ഈ ഇറങ്ങിയ തൊഴിലിടത്തിലേക്ക് ഇറങ്ങിയ തൊഴിലാളിയെ കാണാതെ വന്നതോടുകൂടി, പ്രതികരണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് 2 പേർ കൂടി പിന്നീട് ഈ മാൻഹോളിലേക്ക് ഇറങ്ങുകയും താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പിന്നീട് 3 പേരുടെയും പ്രതികരണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഈ ഹോട്ടൽ ജീവനക്കാർ പെട്ടെന്ന് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയും കട്ടപ്പനയിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് അവിടെ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ പെട്ടെന്ന് എത്തുകയും അവിടെ ഈ മാൻഹോളിന് സമീപത്തായി തന്നെ വലിയ അതിവേഗത്തിൽ ഒരു ഗർത്തം ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ മണ്ണ് മാറ്റിക്കൊണ്ട് ഈ മറ്റൊരു കുഴി ഉണ്ടാക്കിയ ശേഷമാണ് ആ മാൻഹോളിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 പേരെ പുറത്തെടുത്തിട്ടുണ്ട്. അഗ്നിരക്ഷാസേന 2 പേരെ പുറത്തെടുത്തിട്ടുണ്ട്. അവരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ട നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. 3 പേരെയും ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇടുക്കി കട്ടപ്പനയിലാണ് ഓട വൃത്തിയാക്കുന്നതിനിടെ ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടായത്. 3 പേരാണ് ഓടയിലേക്ക് കുടുങ്ങിക്കിടന്നത്. അതിലിപ്പോൾ 2 പേരെ നമ്മളിപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഒരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ആൽവിൻ, മൂന്നാമത്തെ ആൾക്കായുള്ള തെരച്ചിൽ എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? ിട്ടുണ്ട് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി പറയാൻ കഴിയുക. ആദ്യം ഇവർ ഒരുപക്ഷെ ഈ മാൻഹോളിൽ നിന്ന് ഇറങ്ങിയ ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കണം 3 പേരെയും കണ്ടെത്തിയത്, അല്ലെങ്കിൽ 3 പേരെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 3 പേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ മൂന്നാമത് ആളെയും പുറത്തെത്തിയ സ്വാഭാവികമായും അവർ
ആശുപത്രിയിലേക്ക് എത്തിക്കും. എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിവേഗത്തിൽ തന്നെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘം അവിടെ എത്തുകയും ഇവരെ പുറത്തെത്തിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതൊരു കട്ടപ്പന നഗരസഭയുടെ പരിധിയിൽ വരുന്ന, അല്ലെങ്കിൽ കട്ടപ്പന ടൗണിൽ തന്നെ വരുന്ന ഒരു ഹോട്ടലാണ്. അത് ഓറഞ്ച് ഹോട്ടൽ എന്നാണ് ഇതിന്റെ പേര്. ഈ ഹോട്ടലിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ നടക്കുകയായിരുന്നു. ആ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയാണ് ഇവർ അവിടെ എത്തിയത്. അവിടെ എത്തുകയും ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്ന കരാറുകാർ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരാണ് ഈ ഹോട്ടലിന്റെ ഈ ശുചീകരണ കരാറുകൾ ഏറ്റെടുത്തിരുന്നത്. 3 തൊഴിലാളികളെ അവിടെ ഉൾപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. ഈ മാൻഹോളിലേക്ക് ഇറങ്ങുകയും അവർ കുടുങ്ങുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ഒരാൾ ഇറങ്ങി, അല്പനേരം ശേഷം അദ്ദേഹത്തിന് പ്രതികരണം ലഭിക്കാതെ വന്നതോടുകൂടി മറ്റ് 2 തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.